ഒരു സൈക്കോളജി സ്റ്റുഡന്റ് നിർബന്ധമായിട്ടും വായിച്ചിരിക്കേണ്ട അല്ലെങ്കിൽ സൈക്കോളജി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ആദ്യമായിട്ട് വായിച്ചിരിക്കേണ്ട 5 സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള ബുക്സുകൾ. ഒന്ന് ഡാനിയൽ കഹൻമാന്റെ തിങ്കിങ് ഫാസ്റ്റ് ആൻഡ് സ്ലോ. നമുക്കറിയാം, കാൻമാൻ എന്ന് പറയുന്നത് ഒരു കൊഗ്നിറ്റീവ് സൈക്കോളജിസ്റ്റ് ആണ്. അദ്ദേഹം ഒരു കൊഗ്നിറ്റീവ് അല്ലെങ്കിൽ എക്കണോമിക്സിലേക്ക് താല്പര്യം ഉണ്ടായിരുന്ന ഒരു സൈക്കോളജിസ്റ്റ് ആണ്. ഇദ്ദേഹം രണ്ട് ടൈപ്പ് ഓഫ് തിങ്കിങ് പ്രോസസിനെ കുറിച്ച് പറയുന്ന അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് സെല്ലർ ആയിട്ടുള്ള ബുക്കാണ് ഈ തിങ്കിങ് ഫാസ്റ്റ് ആൻഡ് സ്ലോ എന്ന് പറയുന്നത്. രണ്ട് ടൈപ്സ് ഓഫ് തിങ്കിങ് കുറിച്ച് പറയുന്നു. ഒന്ന് ഈ പറയുന്ന പോലെ ഇമോഷണലി ആൻഡ് ഫാസ്റ്റ് തിങ്കിങ് പ്രോസസിനെ കുറിച്ചും, അതുപോലെ തന്നെ സെക്കൻഡ് സിസ്റ്റം ഓഫ് തിങ്കിങ് വളരെ സ്ലോ ആയിട്ട് ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യുന്നതിനെ കുറിച്ചും പറയുന്നു. ഈ രണ്ട് ടൈപ്സ് ഓഫ് തിങ്കിങ്ങും നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ എടുക്കുന്ന പ്രോബ്ലം സോൾവിങ്, അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ്, അതുപോലെ തന്നെ ഒരുപാട് ഷോർട്ട് കട്ടുകൾ, ഒരുപാട് ഹ്യൂറിസ്റ്റിക്സുകളും, അതുപോലെ തന്നെ നിത്യജീവിതത്തിൽ ഒരുപാട് ബയാസുകളും ഇറേഴ്സും നമ്മൾ ചിന്തിക്കുമ്പോൾ വരാറുണ്ട്. ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു ബുക്കാണ്. ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ വായിച്ചിരിക്കണം. ഇത് വായിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ അറിയാതെ അല്ലെങ്കിൽ നമ്മൾ അത്ര തന്നെ ബോധപൂർവം അല്ലാതെ ചെയ്യുന്ന ഒരുപാട് തിങ്കിങ് ഇറേഴ്സിനെ കുറിച്ചും ബയാസിനെ കുറിച്ചും നമുക്ക് ഒരു അവയർനെസ് കിട്ടും എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഈ ഒരു ബുക്ക് ബെസ്റ്റ് സെല്ലറും കൂടിയാണ്. ഇതേ ഒരു നോബൽ പ്രൈസ് വിന്നറും കൂടിയാണ്. അപ്പോൾ നിർബന്ധമായിട്ടും സൈക്കോളജി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം വായിച്ചിരിക്കേണ്ട ഒരു ബുക്കാണ് തിങ്കിങ് ഫാസ്റ്റ് ആൻഡ് സ്ലോ എന്ന് പറയുന്നത്. ഒപ്പം തന്നെ മറ്റൊരു ബുക്കാണ് മെൻ സെർച്ച് ഫോർ മീനിങ് എന്ന് പറയുന്ന വിക്ടർ ഫ്രാങ്ക്ലിൻ്റെ അതൊരു എക്സിസ്റ്റൻഷ്യൽ സൈക്കോളജിസ്റ്റ് ആണ്. കുറെ കൂടി ഒരു ഫിലോസഫിക്കൽ വ്യൂ പോയിന്റ് നമ്മുടെ ലൈഫിൽ പർപ്പസ് ആൻഡ് മീനിങ് ഒക്കെ മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ ഇദ്ദേഹം പറയുന്നതിന് ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് നമുക്ക് പർപ്പസ് ഇല്ലാത്തതാണ് അല്ലെങ്കിൽ ലക്ഷ്യമില്ലാത്തതാണ് നമുക്ക് ജീവിതത്തിലുള്ള പല മാനസിക പ്രശ്നങ്ങളുടെയും അല്ലെങ്കിൽ നമുക്ക് പല നിരാശ തോന്നുന്നതിൻ്റെയും ഡിപ്രഷൻ്റെയും ആങ്സൈറ്റിയുടെ ഒക്കെ തന്നെ കോസ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം അറിയാത്തതാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ബുക്ക് നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങളൊരു കുറെ കൂടി ഒരു ഫിലോസഫിക്കൽ വ്യൂ പോയിന്റിലേക്ക് നിങ്ങൾ ലൈഫിനെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, മനഃശാസ്ത്രം പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു സൈക്കോളജി സ്റ്റുഡൻറ്റ് നിർബന്ധമായിട്ടും ആദ്യം വായിച്ചിരിക്കേണ്ട ഒരു ബുക്കാണ് മെൻ സെർച്ച് ഫോർ മീനിങ് എന്ന് പറയുന്ന വിക്ടർ ഫ്രാങ്ക്ലിൻ്റെ ഈ ഒരു ബുക്ക് എന്ന് പറയുന്നത്. ഇതും ഈ പറഞ്ഞ പോലെ ഒരു ബെസ്റ്റ് സെല്ലറായിട്ട് നിങ്ങൾക്ക് ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലൊക്കെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും എന്നുള്ളതാണ്. അതുപോലെ മൂന്നാമത്തെ ബുക്കായിട്ട് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്, ഈ പറഞ്ഞ ബുക്കൊക്കെ നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും, പക്ഷേ ഈ ബുക്ക് നിങ്ങൾ അത്ര തന്നെ കേൾക്കാൻ വേണ്ടി സാധ്യതയില്ല. മാൻ ഹൂ മിസ്റ്റോക്ക് ഹിസ് വൈഫ് ഫോർ എ ഹാറ്റ് എന്ന് പറയുന്ന ഒളിവർ സാങ്സ് എന്ന് പറയുന്ന ഓതർ എഴുതിയിട്ടുള്ള ഒരു ബുക്കാണ്. നിങ്ങൾ കുറെ കൂടി ന്യൂറോ സൈക്കോളജിയിലും അതുപോലെ തന്നെ ബ്രെയിൻ സയൻസിലൊക്കെ തന്നെ അല്ലെങ്കിൽ ന്യൂറോ സയൻസിലൊക്കെ തന്നെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു ബുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നൽകുന്നത്. ഇത് ഒരുപാട് കേസ് സ്റ്റഡീസ് ആണ്. ഇദ്ദേഹത്തിന്റെ അടുത്ത് വന്നിട്ടുള്ള ഒരുപാട് ന്യൂറൽ അല്ലെങ്കിൽ ബ്രെയിൻ ഡാമേജ് പറ്റിയിട്ടുള്ള ഒരുപാട് ആൾക്കാരുടെ കേസ് സ്റ്റഡീസ് ആണ്. നമ്മൾ റിയൽ ലൈഫിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ റിയൽ ആണെന്ന് തോന്നിപ്പിക്കുന്ന പല എക്സ്പീരിയൻസുകളും നമുക്ക് നമ്മുടെ ബ്രെയിൻ ഡാമേജ് മൂലം അല്ലെങ്കിൽ ന്യൂറൽ ആയിട്ടുള്ള ഡാമേജ് മൂലം റിയൽ ആയിട്ട് ഇത്തരത്തിലുള്ള എക്സ്പീരിയൻസുകൾ, ഇത്ര ആഗ്നോസിയ എന്ന ആൾക്കാർ കാണുന്ന എക്സ്പീരിയൻസുകൾ അല്ലെങ്കിൽ ഒരുപാട് ഹാലൂസിനേറ്ററി എക്സ്പീരിയൻസുകളൊക്കെ എങ്ങനെയാണ് നമുക്ക് ഉണ്ടാകുന്നത് എന്നുള്ള ഒരുപാട് കേസ് സ്റ്റഡീസിലൂടെ ഇദ്ദേഹം വിവരിക്കുന്നുണ്ട്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ള ബുക്കാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഒരു സൈക്കോളജി, ന്യൂറോ സയൻസിലോ അല്ലെങ്കിൽ ന്യൂറോ സൈക്കോളജിക്ക് താല്പര്യമുള്ള ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് വായിച്ചിരിക്കേണ്ട ബുക്കാണ് സാക്സിന്റെ ഈ ഒരു ബുക്ക് എന്ന് പറയുന്നത്. നാലാമത്തെ ബുക്കായിട്ട് ഞാൻ പറയുന്നത് എറിക് ബേണിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഗെയിം പീപ്പിൾ പ്ലേ എന്ന് പറയുന്ന ഈ ഒരു ബുക്കിനെ കുറിച്ചാണ് നിങ്ങൾ നാലാമതായിട്ട് നിങ്ങൾ വായിക്കേണ്ടത്. ഹ്യൂമൻ കമ്മ്യൂണിക്കേഷനെ കുറിച്ചും അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനെ കുറിച്ചും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഡിഫറെന്റ് പാറ്റേൺസിനെ കുറിച്ചും ബന്ധങ്ങളെ കുറിച്ച് വളരെ പുതിയ ഒരു ന്യൂ പേഴ്സ്പെക്റ്റീവിൽ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു ബുക്കാണ് ദ ഗെയിം പീപ്പിൾ പ്ലേ എന്ന് പറയുന്ന എറിക് ബേണിന്റെ ഈ ഒരു ബുക്ക് എന്ന് പറയുന്നത്. ട്രാൻസാക്ഷണൽ അനാലിസിസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു തിയറി ഇദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ബുക്സിലാണ്. വ്യത്യസ്ത ആശയവിനിമയ പാറ്റേണുകൾ അല്ലെങ്കിൽ വ്യത്യസ്ത കമ്മ്യൂണിക്കേഷൻ പാറ്റേണുകൾ, അതുപോലെ തന്നെ നമ്മുടെ വ്യത്യസ്ത ഈഗോ സ്റ്റേറ്റിനെ കുറിച്ച് ഇദ്ദേഹം വിവരിക്കുന്നത് ഈ ബുക്കിലാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഒരു സൈക്കോളജി സ്റ്റുഡന്റ് നിർബന്ധമായിട്ട് ഒരു വായിച്ചിരിക്കേണ്ട നാലാമത്തെ ബുക്കാണ് ഈ ഒരു ബുക്ക് എന്ന് പറയുന്നത്. അഞ്ചാമതായിട്ട് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന ബുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുള്ള, നിങ്ങൾ വായിച്ചിട്ടുള്ള ഒരു ബുക്ക് തന്നെ ആയിരിക്കും. അതാണ് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം എന്ന് പറയുന്ന ഈ ഒരു ബുക്കാണ്. അഞ്ചാമതായിട്ട് നിങ്ങൾ നിർബന്ധമായിട്ട് ഒരു സൈക്കോളജി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ വായിക്കേണ്ട ബുക്ക് എന്ന് പറയുന്നത്. ഇത് തീർച്ചയായിട്ടും സൈക്കോ അനലിസ്റ്റ് ആയിരുന്ന സിഗ്മണ്ട് ഫ്രോയിഡ് അദ്ദേഹത്തിന്റെ ഒരുപാട് കേസ് സ്റ്റഡീസ്, അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളുടെ വ്യാഖ്യാനങ്ങൾ, അദ്ദേഹത്തിന്റെ അടുത്ത് വന്നിരുന്ന ആൾക്കാർക്ക് ഉണ്ടായിരുന്ന അനുഭവങ്ങളെ അദ്ദേഹം വിവരിക്കുന്ന ഒരു ബുക്കാണ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും കുറേ പേരൊക്കെ വായിച്ചിട്ടുണ്ടാവും. നിർബന്ധമായിട്ടും നിങ്ങൾ വായിച്ചിരിക്കേണ്ട ഒരു ബുക്കാണ്. ഒരുപാട് കോൺട്രവേഴ്സറീസ് അല്ലെങ്കിൽ ഒരുപാട് വിവാദങ്ങളുള്ള ഒരുപാട് കൺസെപ്റ്റുകൾ ഇദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൽ പറയുന്ന പല കാര്യങ്ങളും നമുക്ക് ശാസ്ത്രീയപരമായിട്ട് നമുക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഒരു സൈക്കോളജി സ്റ്റുഡന്റ് മനഃശാസ്ത്രത്തിന്റെ ഡിഫറെന്റ്
ആസ്പെക്റ്റുകൾ നിങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ സൈക്കോ അനാലിസിസ് മനസ്സിലാക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ബുക്ക് നിർബന്ധമായിട്ടും മനസ്സിലാക്കണം. അൺകോൺഷ്യസ് മൈൻഡിലേക്കുള്ള ഒരു വളരെ റോയൽ റോഡായിട്ടാണ് അദ്ദേഹം ഡ്രീം അനാലിസിസ് അല്ലെങ്കിൽ ഡ്രീം ഇന്റർപ്രിട്ടേഷനെ കണ്ടിരുന്നത്, അല്ലെങ്കിൽ സ്വപ്നങ്ങളുടെ വ്യാഖ്യാനത്തെ കണ്ടിരുന്നത് എന്നുള്ളതാണ്. നമ്മൾ നിരന്തരമായിട്ട് അല്ലെങ്കിൽ നിത്യജീവിതത്തിൽ കാണുന്ന ഒരുപാട് സ്വപ്നങ്ങളുടെയൊക്കെ തന്നെ ഒരു ഹിഡൻ മീനിങ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഈ ഒരു ബുക്ക് വായിക്കുന്നതിലൂടെ നമുക്ക് പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ഈ 5 ബുക്കുകളും നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ടും വായിക്കുക. പ്രത്യേകിച്ച് ഒരു സൈക്കോളജി പഠിക്കുന്ന അല്ലെങ്കിൽ സൈക്കോളജി സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിർബന്ധമായിട്ട് ഈ ഒരു ബുക്ക് നിങ്ങൾ വായിച്ചിരിക്കണം എന്നുള്ളതാണ്. താങ്ക്